ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വരും കേട്ടോ, കുറേ കാലത്തിന് ശേഷം. അപ്പം ഞങ്ങളിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം 6:15 ട്രെയിന്. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച്, അതായത് ഫുഡ് പാർസൽ മണിക്കോട്ടെ ചെയ്ത് അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു കേട്ടോ. ഉറങ്ങാൻ കിടന്ന സമയത്ത് ചെറുത് നന്നായി വളക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിവിമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പുലച്ചൊക്കെ ഇറങ്ങി കേട്ടോ, അതായത് ഒരു 4:45 ആകുമ്പോഴിറങ്ങി. പിന്നെ സ്റ്റേഷനിൽ തന്നെ ഇതുപോലെ റൂം എടുത്ത്, അതായത് 3 ഹവേഴ്സിന് 300 റുപ്പീസ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ബുക്ക് ചെയ്ത് നമ്മളവിടെ കുറച്ച് നേരം കിടന്ന് പിന്നെ അവിടുന്ന് നമ്മൾ റെഡി ആയിട്ട് പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് റെഡി ആവാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചെക്കിങ് ടൈം 2 o'clock, പക്ഷേ നമ്മൾ മോർണിംഗ് 9 o'clock ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ വെറുതെ ടൈം കളയണ്ടല്ലോ എന്ന് വെച്ച് ഇവിടുന്ന് തന്നെ റെഡിയായി നേരെ ഗോവയിൽ പോയി സ്കൂട്ടി എടുത്ത് കറങ്ങാൻ അവിടെ റിസപ്ഷനിൽ നമ്മൾ ബാഗൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ടാക്സി പിടിച്ച് നേരെ നമ്മളിവിടേക്ക് വിട്ടു, നമ്മളെ റിസോർട്ടിലേക്ക് വിട്ടു. കാരണം റിസോർട്ടിൽ പോകാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബാഗൊക്കെ അവിടെ വെക്കണം. അപ്പോൾ ചെറിയ ആളിതാ ഉറങ്ങി, വലിയ ആളിത് ഇങ്ങനെ മടിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ തിവിമെന്ന്, പക്ഷേ മഡ്ഗോണിനേക്കാളും ദൂരം കുറവാണ്. അങ്ങനെ ഇതാ നമ്മൾ കൊച്ചിക്കോ റിസോർട്ടിലാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ റിസപ്ഷനിൽ പിന്നെ ബാഗൊക്കെ വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടപ്പോൾ ഇവരിങ്ങനെ ഇറങ്ങി. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി, കാരണം നമുക്ക് റൂമില്ലല്ലോ. അപ്പോൾ അവിടെ ജസ്റ്റ് ചുറ്റിക്കറങ്ങി. അപ്പോൾ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് ചെക്ക് ഇൻ ആവാത്തതുകൊണ്ട് ഇല്ല, പക്ഷേ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ട്രിപ്പ് പുറത്തൊക്കെ പോയി വന്നാൽ ഇവർ പറഞ്ഞു നിങ്ങൾ 12 മണിയാകുമ്പോൾ റൂമിൽ തരാം വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ വന്ന് റൂമിൽ സാധനങ്ങളെല്ലാം വെച്ച് എഗെയിൻ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതായത് നട്ടുച്ച വെയിലത്താണ്. അങ്ങനെ നേരെ വാഗത്തൂർ ബീച്ച്, അവിടെ തൊട്ടടുത്തുള്ള ബീച്ചാട്ടോ. അങ്ങനെ വെറുതെ ഒന്ന് പോയി. പിന്നെ അവിടെ നിന്ന് ഈ ഒരു പ്ലേസിലോട്ടൊക്കെയായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ബീച്ചിനേക്കാളും കൂടുതൽ ഹെറിറ്റേജ് പ്ലേസസ് ആയിരുന്നു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ പോയി അത് അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നടന്ന് നാട്ടാ പൊരിക്കുന്ന വെയിലും. അങ്ങനെ നടന്ന് കയറി ഇതാ മുകളിലെത്തിയപ്പോഴും ഇത്ര മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ, എന്നാലും ഹെറിറ്റേജ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതുപോലെ സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ കുന്ന് കാണിക്കാനാണോ ഇത്രയും ദൂരം കയറി വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ ലൈം സോഡയും അപ്പോൾ കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കോട്ടേക്ക് പോവുക ചെയ്തത്. കാരണം നട്ടപ്പൊരിയുന്ന വെയിൽ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു കേട്ടോ. പക്ഷേ കരിക്കും വെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കഴിച്ചാൽ പിന്നെ അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് പിന്നെ പോയിട്ടൊന്ന് കിടന്നുറങ്ങി കേട്ടോ, ഇച്ചിരി നേരം ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ ദിയമ്മക്ക് ഭയങ്കര ആഗ്രഹം പൂളിൽ കുളിക്കണമെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ വൈകുന്നേരം ഒന്ന് പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. പൂളിലേക്ക് ഇറങ്ങി കുളിയും കഴിയൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദിയന നീന്തം പഠിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇച്ചിരി പഠിക്കുന്നുണ്ട്, പക്ഷേ തുഴഞ്ഞിട്ടും നീങ്ങുന്നില്ല. അവിടെ തന്നെ കാലിട്ടടിക്കോട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല പൂളായിരുന്നു. പക്ഷേ എനിക്ക് നീന്തൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പൂളിലിറങ്ങി, പക്ഷേ എനിക്ക് നീന്തം തീരെ അറിയാത്തൊരു വ്യക്തി കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വലിയധികം സാഹസമൊന്നും കളിക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ റൊട്ടിയും അതുപോലെ തന്നെ ബട്ടർ പനീർ ചിക്കനാണെന്ന് തോന്നുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും മേടിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് അഞ്ജന ബീച്ചിലേക്കാട്ടോ. അപ്പോൾ അഞ്ജന ബീച്ചിൽ നൈറ്റ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നൈറ്റ് ഇച്ചിരി നേരം അവിടെ നടന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അധികം കഴിക്കാനൊന്നും വേറെ തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ കുറേ സമയം അവിടെ ഇരുന്ന് ഇവർ കുറേ വെള്ളത്തിലൊക്കെ കളിച്ചോട്ടോ. ഇരുട്ടാണെങ്കിലും അവിടെ ബീച്ചിൽ അത്യാവശ്യം ആൾക്കാർ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കളിച്ച് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ട് കിടക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡേ 1 നമ്മൾ ആകെ പോയത് ഇത്രയും സ്ഥലങ്ങളാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡേ 2 നമ്മൾ അത്യാവശ്യ സ്ഥലത്തെല്ലാം പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കണ്ട മണ്ണ് കളിക്കുന്നത് കിട്ടിയ അവസരം, നല്ല സുഖമല്ലേ മണ്ണ് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടും നല്ല കളിയായിരുന്നു. കമിഴ്ന്നടിച്ച് വെള്ളത്തിൽ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നൈറ്റ് അവിടെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അത്യാവശ്യം അതായത് മലയാളീസ് തന്നെ ഉണ്ട്, കുട്ടികൾ ട്രിപ്പ് വന്ന കുറേ
മലയാളി കുട്ടികളെയും കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ റൂമിൽ പകൽ പോയത് വഴി തന്നെയാണ് രാത്രിയും പോകുന്നത്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആട്ടോ. കുറേ പാർട്ടിയൊക്കെ ഉണ്ട്. അതായത് വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പാർട്ടിയും അതുപോലെ തന്നെ റോഡൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് തോന്നുന്നു. ഞാൻ ഹസ്ബൻഡോട് ഈ വഴി തന്നെയാണോ നമ്മൾ ഉച്ചക്ക് ആ സെയിം വഴിയാണ്, പക്ഷെ കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അത്രയും നൈറ്റ് ലൈഫ് ആയതുകൊണ്ട് അത്രയും ഡിഫറൻസ് ആണുള്ളത്. അപ്പം ഇപ്പം നമ്മൾ നേരെ പോകുന്നത് റൂമിലോട്ടേക്കാട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഈവനിങ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരെ പോവുക, കിടക്കുക, പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുക, രാവിലെ കുറച്ച് സ്ഥലങ്ങളിൽ പോവുക, അത് കഴിഞ്ഞ് വന്ന് ഇച്ചിരി നേരം ഉച്ചക്ക് കിടന്നുറങ്ങി പിന്നെ ആദ്യം ഇതുപോലെ വൈകുന്നേരം ഇറങ്ങാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. പിന്നെ വൈകുന്നേരം തന്നെ അഗെയിൻ നമ്മൾ വാഗത്തൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഗത്തൂർ വന്നിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഒരു മാഗിയൊക്കെ കഴിച്ച്, ജസ്റ്റ് ചെറിയ ഒറ്റൊരു മാഗി മേടിച്ച് എല്ലാവരും കഴിച്ച് ദെൻ ഇതുപോലെ വാഗത്തൂർ ബീച്ചിലേക്കൊന്ന് ഇറങ്ങി. പക്ഷെ അധികം ഇതൊന്നും ആയിരുന്നില്ല, എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റ് ആയപ്പോഴേ. പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.